യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം തിരുവചനം. ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം നിറവേറ്റുവാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. യേശുവിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ഇതുപോലെ തന്നെ ഓരോ വ്യക്തികളും അയക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. യേശുവിനെ പോലെ വ്യക്തമായ ബോധ്യമുണ്ടാകണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത്. യേശു പറയുകയാണ്, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഓരോ വിശുദ്ധാത്മാക്കളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ വീരോചിതമായി അവർ ജീവിച്ച പുണ്യം കാണാൻ സാധിക്കും. വിശുദ്ധ എഴുപ്രാസ്യമ്മ വീരോചിതമായി ജീവിച്ച പുണ്യമാണ്. അവൾ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. വിശുദ്ധ അൽഫോൻസ് അമ്മ വീരോചിതമായി ജീവിച്ച പുണ്യമായിരുന്നു സഹനം എന്നുള്ളത്. വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ വീരോചിതമായി ജീവിച്ച പുണ്യമായിരുന്നു പരസ്നേഹം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി വീരോചിതമായി ജീവിച്ച പുണ്യമായിരുന്നു ദാരിദ്ര്യം. എന്നാൽ യേശുവിന് എല്ലാ പുണ്യങ്ങളുമുണ്ട്. വീരോചിതമായി ജീവിച്ച യേശു ജീവിതത്തിൽ കൊണ്ടുപോയി നടന്ന പുണ്യം ഏത് എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കും, അത് അനുസരണമായിരുന്നു. മരണം വരെ, അതേ കുരിശ് മരണം വരെ അവൻ അനുസരണം ഉള്ളവനായി തീർന്നു. ഇതായിരുന്നു യേശുവിനെ കുറിച്ച് പറയാനുള്ളത്. ഓരോ വ്യക്തികളും ഓരോ വിശുദ്ധാത്മാക്കളും വീരോചിതമായി ജീവിച്ച പുണ്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വീരോചിതമായി ജീവിക്കുന്ന പുണ്യം ഏതാണ്? യേശുവിന് പറയാനുണ്ടായിരുന്ന അനുസരണം എന്നുള്ള പുണ്യമായിരുന്നു. അതെ, ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം നിറവേറ്റുവാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാ. മരണം വരെ, അതേ കുരിശ് മരണം വരെ അവൻ അനുസരണം ഉള്ളവനായി തീർന്നു. 3 രീതിയിൽ നമുക്ക് നമ്മുടെ അധികാരികളെ അനുസരിക്കാം. ചില വ്യക്തികളെ അധികാരിയെ അനുസരിക്കുന്നത് എന്തുകൊണ്ടാ? ഭയം കൊണ്ട് അനുസരിക്കുന്നു. വിദ്യാർത്ഥികളോട് ചോദിച്ചോ, വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാ അധ്യാപകരെ, ടീച്ചേഴ്സിനെ അവർ സ്നേഹിക്കുന്നത്, അനുസരിക്കുന്നത്? ഭയം കൊണ്ടാ. അവരുടെ ഉള്ളിൽ ഭയമുണ്ട്. നാളെ പഠിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ, ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയും, ടീച്ചർ അടിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ചിലപ്പോൾ തന്റെ മേലധികാരിയെ അനുസരിക്കുന്നത് പ്രമോഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം തന്റെ മേലധികാരിയെ അനുസരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുസരണം എങ്ങനെയായിരിക്കണം? ദൈവ സ്നേഹത്തെ പ്രതി അനുസരിക്കാൻ സാധിച്ചുവെങ്കിൽ മാത്രമേ അനുസരണം വിലയുള്ള അനുസരണമായി തീരുകയുള്ളൂ. യേശു അവിടെ കാണിച്ചു തന്നിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം തിരുവചനം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ അനുസരിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ അനുസരിക്കും. യേശുവിന്റെ ജീവിതം മുഴുവൻ നമുക്ക് കാണിച്ചു തരികയാണ്. അനുസരണത്തിന്റെ ജീവിതമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ അനുസരിക്കുമെന്ന് വചനം പറയുകയാണ്. വീണ്ടും നമ്മൾ കാണുകയാണ്, യേശുവിന്റെ ഭക്ഷണം എന്തായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാ ഭക്ഷണം കഴിക്കുന്നത്? നല്ല ആരോഗ്യമുണ്ടാകുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ നല്ല പോലെ എനർജിയോടുകൂടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ യേശുവിന്റെ ഭക്ഷണം എന്തായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം തിരുവചനം പറയുന്നുണ്ട്. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. നമുക്കറിയാം, ശക്തി ഉണ്ടാവാൻ, പോഷകമുണ്ടാകാൻ, ഊർജമുണ്ടാവാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ യേശുവിന്റെ ഭക്ഷണം എന്തായിരുന്നു? എന്നെ അയച്ചവന്റെ ഇഷ്ടം പൂർത്തിയാക്കുക, അതായിരുന്നു യേശുവിന്റെ ഊർജം, യേശുവിന്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യേശു മരണം വരെ, കുരിശ് മരണം വരെ അനുസരണത്തിന് വിധേയനായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചു, അനുസരണക്കേട് നടത്തി ഏത് വ്യക്തിയാണ് വളർന്നു വന്നിരിക്കുന്നത്? സന്യാസ ജീവിതത്തിലായിരിക്കാം, വിവാഹ ജീവിതത്തിലായിരിക്കാം,
ഇതുപോലെ തന്നെ ജോലി മേഖലകളായിരിക്കാം. ഏതെങ്കിലും വ്യക്തികൾ അനുസരണക്കേട് കാണിച്ച് വളർന്നു വന്നിട്ടുണ്ടോ? ഒരു വ്യക്തി പോലും അനുസരണക്കേട് കാണിച്ച് വളർന്നു വന്നിട്ടില്ല. നമ്മൾ പലപ്പോഴും ഈ അനുസരണക്കേട് കാണിക്കും. ഈ അനുസരണക്കേട് കാണിക്കുമ്പോൾ എന്താണ് സ്വർഗത്തിൽ സംഭവിക്കുക? ഒരു വിദ്യാർത്ഥി തന്റെ ടീച്ചറിനോട് അനുസരണക്കേട് കാണിക്കുന്നു. ഒരു മകൻ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നു. ഇതുപോലെ സന്യാസത്തിൽ ഒരു സന്യാസി തന്റെ മേലധികാരികളോട് അനുസരണക്കേട് കാണിക്കുന്നു. ഇവിടെയെല്ലാം എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും പറയും, ഞാൻ റിബല്യസ് ആയി, അല്ലെങ്കിൽ ഞാൻ എതിര് പറഞ്ഞു, അവർ പറഞ്ഞ അനുസരിച്ചില്ല, തർക്കുത്തരം പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ പറയുക. എന്നാൽ ഈ പറയുന്ന സമയത്ത് സ്വർഗത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ കാണുകയാണ് 1 സാമുവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ കാണുകയാണ്, ദൈവത്തിന്റെ വഴി കാണിക്കേണ്ട സാവൂൾ ദൈവത്തിന്റെ സ്വരം വകവെക്കാതെ പോകുന്നു. ഈ സാവൂൾ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റേണ്ടവനായിരുന്നു. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ച് അതിന് ഉത്തരം കൊടുക്കേണ്ടവനായിരുന്നു. ദൈവത്തിന്റെ സ്വരം കൊടുക്കേണ്ട, ദൈവത്തിന്റെ സ്വരത്തിന് പ്രത്യുത്തരം കൊടുക്കേണ്ട സാവൂൾ ദൈവത്തിന്റെ വഴിവിട്ട് തന്നിഷ്ടപ്രകാരം ജീവിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സാവൂളിൽ സംഭവിച്ചത്? വചനം പറയുന്നു, 1 സാമുവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 10-ാം തിരുവചനം, സാവൂളിനെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവം ഖേദിക്കുന്നു. സാവൂളിനെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവം ഖേദിക്കുന്നു. നമ്മളും അനുസരണക്കേട് കാണിക്കുമ്പോൾ, വിധേയത്വമില്ലായ്മ കാണിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ? അച്ഛനെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവം ഖേദിക്കുന്നു. സിസ്റ്ററിനെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവം ഖേദിക്കുന്നു. ഇതുപോലെ തന്നെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, മോനെ നിന്നെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവം ഖേദിക്കുന്നു. നമ്മൾ വിചാരിക്കും, ഒരു തർക്കുത്തരം പറഞ്ഞാലേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, ആളോട് ഒന്ന് എതിര് പറഞ്ഞു, എന്ത് ഇത്ര വലിയ പ്രശ്നം? ഈ പ്രശ്നം ഉണ്ടെന്നേ. പ്രശ്നം എവിടെയാ? സ്വർഗത്തിലെ പ്രശ്നം. സ്വർഗത്തിലെ ദൈവം പറയുക, ഈ കൊച്ചിനെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. ഈ കൊച്ചിന് ജന്മം നൽകിയതിനെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. 2-ാമത് സാവൂളിന്റെ ജീവിതത്തിൽ ഈ അനുസരണക്കേട് കാണിച്ചു കഴിയപ്പോൾ വീണ്ടും വചനം പറയുകയാണ്. 1 സാമുവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നു, കർത്താവിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി. കർത്താവിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി. നമ്മളും അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകും എന്നുള്ളതാണ്. അല്ലാതെ ഈ കാലഘട്ടത്തില് അനുസരണക്കേണ്ട മക്കൾ തിരിച്ചറിഞ്ഞു, ഞാൻ അവരോട് തർക്കുത്തരം പറഞ്ഞു, അവരെ അനുസരിച്ചില്ല, അവരോട് റിബല്യസായി ജീവിച്ചു, ഇതൊക്കെയല്ലേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷേ അവിടെ സംഭവിക്കുന്ന കാര്യം തിരിച്ചറിയണം. ആ വ്യക്തിയെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവം ഖേദിക്കുന്നു. ആ വ്യക്തിയിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്ന അവസ്ഥ. ഇതുപോലെ തന്നെ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. അമിത്തായുടെ പുത്രൻ യോനായ്ക്ക് ഒരു അരുൾപ്പാടുണ്ടായി. നീ മഹാനഗരമായി നിനിവയിൽ ചെന്ന് അതിനോട് കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുക. നിനിവയിലേക്ക് പോകാൻ വേണ്ടി യോനായെ ദൈവം അയക്കുക. എന്നാൽ യോനയ്ക്ക് നിനിവയിലേക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ല. അവൻ അവിടെ അനുസരണക്കേട് കാണിക്കുക. എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകില്ല. എന്നാൽ നമ്മൾ കാണുകയാണ്, യോന ഈ അനുസരണക്കേട് കാണിച്ച് നിനിവയിലേക്ക് പോകേണ്ടതിന് പകരം താർശിഷ് എന്ന പട്ടണത്തിലേക്ക് പോവുക. ഈ താർശിഷിലേക്ക് പോകുമ്പോ കപ്പലിൽ പോകുന്ന ഈ യോനായെ ഒരു അനുസരണമുള്ള മകൾ എവിടെ കാലെടുത്ത് വെച്ചാലും അവിടെ അനുഗ്രഹമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ അനുസരണക്കേട് കാണിച്ച യോനായുണ്ടല്ലോ, കപ്പലിലേക്ക് കാലെടുത്ത് വെക്കുക. കപ്പലിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഈ കപ്പലിൽ കാറ്റും കോളും കൊടുങ്കാറ്റുമായി ഈ കപ്പൽ തകരാൻ പോവുക. ഈ സമയത്ത് കപ്പിത്താൻ പറയുന്നുണ്ട്, ആര് നിമിത്തമാണ് ഈ അനർത്ഥം സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി നമുക്ക് നറുക്കിടാം. ഇവര് നറുക്കിട്ടോ. ഈ സമയത്ത് യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയ. ബാക്കിയുള്ളവര്
ഭയത്തോടുകൂടെ അവിടെ ഓടി നടക്കുക. ഞങ്ങൾ നശിക്കാൻ പോവുക, ദൈവമേ ഞങ്ങളത് കാണാം. കപ്പിത്താൻ എല്ലാവരും പേരിട്ടു. അതിനുശേഷം അതിൽ നിന്നൊരു പേരെടുത്തു, യോന. എന്നാൽ ഈ യോന എവിടെയാ കിടക്കുന്നത്? കടലിന്റെ അടിത്തട്ടിൽ, കപ്പലിന്റെ അടിത്തട്ടിൽ അവൻ കിടന്നുറങ്ങിയ. ഇവരെല്ലാം കൂടി യോനായെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇവിടെ നമ്മൾ ഓർക്കേണ്ടേ, അനുസരണമുള്ള മകൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും, വിധേയത്വമുള്ള മകൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമാ. എന്നാൽ ഈ അനുസരണക്കേട് കാണിച്ച ഈ മകനുണ്ടല്ലോ, ഈ കപ്പലിലേക്ക് കയറി ചെന്നു. കപ്പലിൽ കാറ്റും കൊടുങ്കാറ്റുമായി അവരെ വലിച്ചെറിയ. ഈ കപ്പലിൽ നിന്ന് ഇപ്പോൾ കടലിൽ ചെന്ന് കിടക്കുകയാണ് യോന. യോനായെ ഒരു തിമിംഗലം വിഴുങ്ങി. ഇതിനുശേഷം ഈ തിമിംഗലത്തിന്റെ ഉള്ളിലാണ് എവിടേക്ക് പോകേണ്ടവരാ? നിനിവേക്ക് പോകേണ്ട യോന പ്രവാസം കിടക്കുന്ന തിമിംഗലത്തിന് ഉള്ളിലാ. അനുസരണക്കേട് കാണിച്ച ഈ യോന തിമിംഗലത്തിന്റെ ഉള്ളിൽ കിടന്നപ്പോ അവിടെ സംഭവിച്ച എന്താ? നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ തിമിംഗലത്തിന്റെ അവസ്ഥ അങ്ങനെയല്ല. തിമിംഗലത്തിന് ദഹിക്കുന്നില്ല. അതിന് ദഹിക്കാത്ത അവസ്ഥ. നമ്മൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ, അനുസരണക്കേട് കാണിക്കുന്ന വ്യക്തി ഏത് സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാലും അവിടെ അനുഗ്രഹമാകേണ്ടതിന് പകരം അവിടെയൊക്കെ ശാപമായി തീരുന്ന അവസ്ഥ. അനുസരണക്കേട് കാണിച്ച് യോന തിമിംഗലത്തിനകത്ത് ചെന്ന് പെട്ടിരിക്കുക. എന്നാൽ ഈ തിമിംഗലം ഉണ്ടല്ലോ, അവരെ കൊണ്ടുപോയി നിനിവേയിൽ ഛർദിക്കുക. എന്തുകൊണ്ടാ? ഒരു പക്ഷെ കടലിൽ ഛർദിക്കാമായിരുന്നു, കടലിലല്ല. കാരണം എന്താ? ഒരു വിധത്തിൽ പറഞ്ഞ, എനിക്കാകെ അസ്വസ്ഥതയായി. ഇനി ഞാൻ കടലിൽ ഛർദിച്ചു കഴിഞ്ഞാൽ എന്റെ പിന്നാലെ വരുന്നവരും ഒരു പക്ഷെ യോനായി വിഴുകി അവർക്കും അസ്വസ്ഥയുണ്ടായേക്കാം. ഇവരെ കൊണ്ടുപോയി നിനിവേയിൽ കൊണ്ടുപോയി ഛർദിച്ചിരിക്കുക. അവിടെ നിന്ന് യോന എഴുന്നേൽക്കുക. അവിടെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, ബൈബിളിന്റെ താളുകളിൽ ഒറ്റ ദിവസം കൊണ്ട് സുവിശേഷം പ്രഘോഷിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളെ മാനസാന്തരത്തിലേക്ക്, പാപത്തിന് വഴി വിട്ടുപേക്ഷിച്ച് വിശുദ്ധമായ ജീവിതത്തിലേക്ക് നയിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ബൈബിളിൽ ഒറ്റ നാമം മാത്രമേ ഉള്ളൂ, അത് യോനായാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അനുസരണക്കേട് കാണിക്കുന്ന മക്കളുണ്ട്, അനുസരിക്കുന്ന മക്കളുണ്ട്. അനുസരിക്കുമ്പോൾ അവിടെ അനുഗ്രഹം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അനുസരണക്കേട് കാണിച്ചോ ആ വ്യക്തിയിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോകുന്നു. അനുസരണക്കേട് കാണിക്കുന്നു ആ വ്യക്തിയെ ഓർത്ത് ദൈവം ഖേദിക്കുന്നു എന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്ന് നമ്മൾ ഓർക്കണം, വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം, നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടി യോജിപ്പിക്കപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനം, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു. എങ്ങനെയാണ് ദൈവഹിതം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? ഈ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇത് ദൈവഹിതമാണോ അല്ലയോ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ സാധിക്കും. ഇത് ദൈവം തന്നെയാണോ എന്നോട് സംസാരിക്കുന്നത്? രണ്ടാം, നമുക്ക് കാണാൻ സാധിക്കും ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. മൂന്നാമത്തെ, അനുസരണത്തിന് വഴി നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ അധികാരികളിലൂടെയാണ്. ഓരോ വ്യക്തികൾക്കും പറയാനുണ്ട്, അധികാരികൾ ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ അധികാരത്തിന് അതീതനായിട്ടുള്ള വ്യക്തിയല്ല, മറിച്ച് അധികാരത്തിന്റെ ചട്ടക്കൂട്ടിൽ വന്നിരിക്കുന്ന വ്യക്തിയാണ്. ഈ 3 മേഖലകളിലൂടെ ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ, നമ്മുടെ അധികാരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും.
പഴയ നിയമത്തിൽ ദൈവം സംസാരിച്ച് ആരിലൂടെയാ? എല്ലാവരോടും വന്ന് ദൈവം സംസാരിക്കുകയല്ല ചെയ്ത്, മറിച്ച് 40 വർഷക്കാലം ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിച്ചു. മോശയിലൂടെ, പ്രവാചകന്മാരിലൂടെ. ഇതുപോലെ തന്നെ കൊർന്നേലിയസ് എന്ന് പറയുന്ന വിജാതീയ മനുഷ്യരോട് യേശു സംസാരിച്ചു, പത്രോസിലൂടെ. ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ അധികാരിയിലൂടെ. ഈ അധികാരിയിൽ ദൈവത്തിന്റെ മുഖം കാണാൻ, ദൈവത്തിന്റെ മുഖം ദർശിക്കാൻ സാധിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് അധികാരിയെ അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ. ആരും ചിന്തിക്കേണ്ട, ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ദൈവം മനുഷ്യരിലൂടെയാണ് സംസാരിച്ചിരിക്കുന്നത്, അധികാരിയിലൂടെയാണ് സംസാരിച്ചിരിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാം തിരുവചനം പറയുകയാണ്, അധികാരം ദൈവത്താൽ സ്ഥാപിതമാണ്. അധികാരം ദൈവത്താൽ സ്ഥാപിതമാണ്. വീണ്ടും കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. ഓരോ അധികാരികളും ക്രിസ്തുവിന്റെ അംബാസഡേഴ്സ് ആണ്. ക്രിസ്തുവിന്റെ സ്വരം എന്താണോ ആ സ്വരം കേട്ട് തന്റെ കീഴിലുള്ളവരോട്, അധീനരായ വ്യക്തികളോട് സംസാരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അധികാരി എപ്പോഴും ചിന്തിക്കണം, ഞാൻ പറയുന്നതൊക്കെ ദൈവത്തിന്റെ സ്വരാണോ? ദൈവത്തിന്റെ സ്വരം എന്താണ് എന്ന് കേട്ട് അത് സംസാരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ ഒരു അധികാരി. വിശുദ്ധ പാദ്രി പിയോയുടെ ജീവിതത്തെ കാണാൻ സാധിക്കും. ഈ പാദ്രി പിയോ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആയിരക്കണക്കിന് ജനമാണ് ദേവാലയത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. പരിശുദ്ധ കുർബാന കരങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയും, ഇതെന്റെ ശരീരമാ. ഇപ്പോഴും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും, അധികാരി വിശുദ്ധ പാദ്രി പിയോയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അധികാരി അദ്ദേഹത്തോട് വിശുദ്ധ കുർബാന ഇനി പൊതുവായിട്ട് അർപ്പിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുക്കുക. ഈ സമയത്ത് പഞ്ചശതിയുള്ള വിശുദ്ധൻ, ഇത്രമാത്രം അഭിഷേകമുള്ള വിശുദ്ധൻ, ഈ വിശുദ്ധൻ എന്താ ചെയ്തേ? തന്റെ അധികാരിക്ക് വിധേയപ്പെട്ടു. വിശുദ്ധ പാദ്രി പിയോ പറയുകയാണ്, ഞാൻ ഒരിക്കലും എന്റെ അധികാരിക്കെതിരായിട്ട് നിൽക്കുകയില്ല. ഞാൻ അധികാരിക്കെതിരായി നിന്നു കഴിഞ്ഞാൽ ദൈവത്തിന് എതിരായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ അധികാരിയിൽ ഞാൻ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നു. ഈ പാദ്രി പിയോ ഇത്രയും വലിയ വിശുദ്ധൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോ 2-3 മണിക്കൂർ ഇതാ ഈ പരിശുദ്ധ കുർബാന ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് അധികാരി ചോദിക്കുന്നുണ്ട്, ഇത് ഇത്രയും സമയമൊക്കെയാണ് പരിശുദ്ധ കുർബാന ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത്? നിഷ്കളങ്കനായ പാദ്രി പിയോ പറയും, എന്റെ ക്രിസ്തു കൊണ്ടല്ലോ ആ കാൽവരിയിലെ 1-2 മിനിറ്റ് അല്ല അവിടെ തൂങ്ങിക്കിടന്ന്, മണിക്കൂറോളം അവിടെ തൂങ്ങിക്കിടന്ന്. ഞാൻ ബലിയർപ്പിക്കുമ്പോഴുണ്ടല്ലോ ഞാൻ കാൽവരിയിലാ. I am not standing, I am hanging on the altar. ഞാൻ അൾത്താരിൽ നിൽക്കുകയല്ല, ഞാൻ ആ കുരിശിലുണ്ടല്ലോ ഞാൻ തൂങ്ങിക്കിടക്കുക. പക്ഷേ വിശുദ്ധ പാദ്രി പിയോ കാണിച്ചു തരിക, വിധേയത്വത്തിന്റെ ജീവിതം. എത്രമാത്രം അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിലും, എത്രമാത്രം ദൈവകൃപയുള്ള വ്യക്തിയാണെങ്കിലും, പഞ്ചശതധാരിയായിട്ടുള്ള വിശുദ്ധരാണെങ്കിലും, ഈ വിശുദ്ധൻ ഒരിക്കലും അധികാരിക്ക് എതിരായിട്ട് സംസാരിക്കുന്നില്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ അധികാരിക്ക് എതിരായിട്ട് ഞാൻ പോകുമ്പോൾ ദൈവത്തിന് എതിരായിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ അധികാരിക്ക് എതിരായിട്ട് സംസാരിക്കുമ്പോൾ ദൈവത്തിന് എതിരായിട്ടാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങൾ കാണാൻ സാധിക്കും. അവരിലൊക്കെ കാണാൻ സാധിക്കും വിധേയത്വം ഉണ്ടായിരുന്നു, അനുസരണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പീലാത്തോസിന് മുമ്പിൽ യേശുവിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. നമുക്ക് കാണാൻ സാധിക്കും പീലാത്തോസിന് അവരിൽ ഒരു കുറ്റം പോലും കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ അവിടെ കാണുകയാണ്, സത്യം പുറന്തള്ളപ്പെട്ടു, നിയമം കൊടുക്കുന്ന നീതി പോലും യേശുവിന് ലഭിച്ചില്ല. യേശു എന്നിരുന്നാലും തന്റെ അധികാരിക്ക് അവൻ വിധേയപ്പെട്ടു. നിയമം കൊടുക്കുന്ന നീതി പോലും അവൻ ലഭിച്ചില്ല.
ഇത് കേൾക്കുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ മക്കള് എന്താണ് അവർക്ക് പറയാനുള്ളത്? ഇതാ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമമില്ലേ, അതുപോലും യേശുവിന് കിട്ടിയില്ല. എന്നിരുന്നാലും അവൻ വിധേയപ്പെട്ടു, അനുസരിച്ചു. അനുസരണമല്ലേ മഹത്വമായി തീർന്നത്. ഇത്രയും മനുഷ്യവംശത്തെ മുഴുവൻ വീണ്ടെടുത്തത് അവന്റെ അനുസരണമല്ലേ. വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ കാണാൻ സാധിക്കും, അപ്പോസ്തല പ്രവർത്തനങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ഈ പൗലോസിന്റെ ഒക്കെ അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും ജീവിതം. പൗലോസ്ലീഹ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി തന്റെ ജീവിതം ആരംഭിക്കുക. എന്നാൽ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ കാണുകയാണ് പൗലോസ്ലീഹ അനുസരണത്തിന്റെ മനുഷ്യനായിരുന്നു. അപ്പോസ്തല പ്രവർത്തനത്തെ കാണുന്നുണ്ട് പൗലോസ്ലീഹയെ കുറിച്ച്. പൗലോസ്ലീഹ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഒരു പുതിയ വ്യക്തിയായി പൗലോസ് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ദമാസ്കസിലേക്ക് വന്നിരിക്കുക. ആ സമയത്ത് അവിടെ സുവിശേഷം പ്രഘോഷിച്ചു കൊണ്ടിരുന്ന പത്രോസ് പറഞ്ഞു, നീ ഇവിടെ പ്രസംഗിക്കേണ്ട, ഇത് എന്റെ ടെറിട്ടറിയാ. അവിടെ പൗലോസ്ലീഹ അനുസരിക്കുക. അവിടെ നിന്ന് ജെറുസലേമിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പോവുക. ആ സമയത്ത് പത്രോസ് വീണ്ടും അവിടെ വന്നു, ഈ പട്ടണത്തിൽ നീ പ്രസംഗിക്കേണ്ട, ഇതേപോലെയൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈ പട്ടണത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവിടെയും അനുസരിക്കുന്ന പൗലോസിനെ കാണാൻ സാധിക്കും. വീണ്ടും പൗലോസ്ലീഹ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, പൗലോസ്ലീഹ പോവുകയാണ് താർശീശിലേക്ക്, വിജാതിയുടെ പട്ടണത്തിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പോവുക. ഈ പൗലോസ്ലീഹയുടെ അനുസരണ ജീവിതം ഈ കാലഘട്ടത്തിന്റെ മക്കൾ തിരിച്ചറിയുകയാണെങ്കിൽ അതിലൂടെ കിട്ടുന്ന മഹത്വം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. മറ്റേത് സ്ത്രീഹന്മാരെക്കാൾ കൂടുതൽ കർത്താവിന് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ, ദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ, വചനം പ്രഘോഷിക്കുവാൻ, ലേഖനങ്ങൾ എഴുതാൻ പൗലോസ്ലീഹായ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവന്റെ അനുസരണമായിരുന്നു. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളൊക്കെ അധികാരത്തിന് വിധേയപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾ അധികാരികളെ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അധികാരികൾ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ, അധികാരികൾ ദൈവത്തെ കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.